അയ്യോ വണക്കം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഓണാഘോഷം തുടങ്ങിയിരിക്കുകയാണ്. ഇത്തവണ എന്താണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഓണാഘോഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ കെയർ എന്ന് പറഞ്ഞൊരു സാധനം തുടങ്ങിയിട്ട് അതുവഴി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ ഓണക്കിറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് നമ്മുടെ പഴയ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വിളിപ്പേരും കൂടെ ഉണ്ടായിരുന്നു, കിറ്റപ്പൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വിളിപ്പേരും. അപ്പോൾ അദ്ദേഹം ഈ കിറ്റൊക്കെ നാട്ടുകാർക്കൊക്കെ വിതരണം ചെയ്യുന്ന കൂട്ടത്തിൽ അദ്ദേഹം പല പല കാര്യങ്ങൾ വയ്ക്കും. ഈ വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം എന്ത് ചെയ്യും, വിളിച്ചു പറയും. അങ്ങനത്തെ ഒരു സ്വഭാവം കൂടെ നമ്മുടെ പാവപ്പെട്ട കിറ്റപ്പനുണ്ട്. ഈ വിളിച്ചു പറയുന്നത് ആരെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ യവന്മാരുടെ ഒരു വലിയൊരു രീതിയാണ്, ഈ നാടിനെയാണ് നീയൊക്കെ അപമാനിക്കുന്നത്, ഈ നാട്ടിലെ പാവപ്പെട്ടവനെയാണ് അപമാനിക്കുന്നത്, പാവപ്പെട്ടവനോട് ഒരു വിലയില്ലേ. എടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കിറ്റ് കൊടുത്തിട്ട് വിളിച്ചു പറയുന്ന നീയൊക്കെയാണ് ആ നാട്ടുകാരെ അപമാനിക്കുന്നത്, അല്ലെങ്കിൽ ഈ കിറ്റിനകത്ത് എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കുന്ന, അല്ലെങ്കിൽ ഈ കിറ്റിനകത്ത് ഇന്ന സാധനങ്ങൾക്ക് ക്വാളിറ്റി ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നത് നമ്മളാണോ നാട്ടുകാരെ അപമാനിക്കുന്നത്? ഈ ചോദ്യമൊക്കെ അന്നേ ചോദിച്ചതാണ്. പക്ഷേ ഇവരുടെ ഒരു വലിയൊരു സംഘടനാ സെറ്റപ്പ് കൊണ്ട് നമുക്കറിയാമല്ലോ, നമ്മൾ ഒരൊറ്റ മനുഷ്യൻ നിന്ന് ചോദിക്കുമ്പോൾ ഇവരുടെ ഒരു 100 സാംസ്കാരിക നായകന്മാർ നമ്മളെ എതിർക്കാനായിട്ട് വരും. ഈ 100 സാംസ്കാരിക നായകന്മാരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു 10,000 അക്കൗണ്ടുകൾ അതിൻ്റെ പുറകെ വരും. ഈ 10,000 അക്കൗണ്ടുകൾ കമൻ്റ് ഇടാനായിട്ട് ഒരു 1 ലക്ഷം 2 ലക്ഷം ഈ കമ്മി കൂട്ടങ്ങൾ ഇതിനകത്ത് കയറി വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒറ്റപ്പെട്ട് നമ്മൾ ഇങ്ങനെ വളഞ്ഞിങ്ങനെ ആക്രമിക്കില്ല. ആ ഒരു സെറ്റപ്പായിരുന്നു അവലംബിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് നമ്മുടെ ജയരാജണ്ണൻ പറഞ്ഞത്, ഈ ഒരു സെറ്റപ്പ് കാലഹരണപ്പെട്ട് തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ജയരാജണ്ണൻ പറഞ്ഞത്, ഇനി ക്യാപ്സ്യൂൾ രൂപത്തിൽ എന്താക്കണം, മിഴുങ്ങണം. ക്യാപ്സ്യൂൾ രൂപത്തിൽ മിഴുങ്ങിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്തു. ഇപ്പം ട്രെൻഡൊക്കെ മാറി, ജെൻസി ട്രെൻഡാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഷോർട്സും സംഭവമാണ്, ടിക്ടോക്കിൻ്റെ ഒക്കെ കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയാനുള്ള കാര്യങ്ങൾ ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി വാട്സപ്പ് വഴി തട്ടണം. ഇതാണ് നമ്മുടെ ജയരാജണ്ണൻ പറഞ്ഞത്. ഇപ്പോൾ അതും മാറിയിട്ട് ഇപ്പം നരേന്ദ്രമോദിയെ കളിയായിക്കൊണ്ട് നടന്നതാണ്. മറ്റേ ബ്രിട്ട് ആസ് ഉണ്ടല്ലോ, ബ്രിട്ട് ആസും പിന്നെ നമ്മുടെ എ റഹീം ലൂട്ടാപ്പിയും കൂടെ മോദിയെ കളിയായിക്കൊണ്ട് നടന്നതാണ്. മോദി റീലിട്ട് കളിക്കുന്നു. ഇപ്പോൾ യോമാറ്റ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ പോണ പോക്കിലെ റീലേ ഉള്ളു യോമാരെ കാണാനായിട്ട്. ഞാൻ സഭയിൽ അത് ചെയ്തു കാണുന്നില്ലേ, ഞാൻ സഭയിൽ ഇത് ചെയ്തു കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റീല് പോണ പോക്കിലെ റീല്. യോമാർക്ക് അവിടെ പണിയൊന്നും ഇല്ല എന്നാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ആലോചിക്കാനുള്ളത്. എന്തായിരുന്നാലും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കിറ്റപ്പൻ എന്നൊരു വിളിപ്പേരൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരുന്നു. കിറ്റപ്പൻ, കാരണഭൂതൻ. ഈ കിറ്റ് തരുന്നത് കൊണ്ട് തന്നെ ഇന്നീ കേരളം വിളങ്ങിടും പിണറായി വിജയൻ എന്ന സഖാവിനു 100 കോടി അഭിവാദ്യങ്ങൾ. ഇന്നീ നാടിനെ ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയ്യോ പാട്ടും പോണ പോക്കിലെ ബഹളവും. സത്യം പറഞ്ഞുണ്ടല്ലോ, ഇത് അന്ന് കേട്ടപ്പം ഏതൊരു ബുദ്ധിയുള്ളൊരു കമ്മിയുടെയും തൊലി ഉരിഞ്ഞ് പറഞ്ഞു പോകും. അങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്. അതായത് പിണറായി വിജയൻ കിറ്റപ്പൻ, കാരണഭൂതൻ എന്നൊക്കെ പറഞ്ഞ് എന്തൊരു ബഹളമായിരുന്നു. ഒരു കിറ്റ് കൊടുക്കുമ്പോൾ അവന്മാർ കാണിക്കണ മുറയാണ്. പൊതിച്ചോറിൻ്റെ കഥ വേറെയുണ്ട്, അത് വേറെ കാര്യം. അതായത് ഞങ്ങളിതാ നാട്ടുകാർക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യ ഭീകരമായിട്ടുള്ള ബഹളം. എന്നിട്ട് ദേശാഭിമാനി ചെയ്യുന്നത് ആ കിറ്റിങ് എടുത്തുകൊണ്ട് വരും. ലിറ്ററലി ആ കിറ്റിങ് എടുത്തുകൊണ്ട് വന്നിട്ട് കിറ്റ് വച്ചിട്ട് ഈ കിറ്റിനകത്ത് തേങ്ങയുണ്ട്, മാങ്ങയുണ്ട്, ചക്കയുണ്ട്, പപ്പടമുണ്ട്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പപ്പടമൊക്കെയാണ് വയ്ക്കണതെന്ന് അന്ന് വലിയ വിവാദമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഞാൻ പറഞ്ഞു, ഇവരെ സംഘടനാ സെറ്റപ്പ് ഉണ്ടല്ലോ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പപ്പടം എടുത്ത് കാണിക്കുന്നവനെ എന്ത് ചെയ്യും, 100 സാംസ്കാരിക നായകർ വന്ന് ആക്രമിക്കും. അതിൻ്റെ പുറകെ ഒരു 1 ലക്ഷം അക്കൗണ്ടുകൾ അതിൻ്റെ പുറകെ വരും. അതിൻ്റെ പുറകെ ഒരു 10,000 അക്കൗണ്ടുകൾ വരും. അങ്ങനെ ആക്രമിച്ച് അവസാനം ആ പപ്പടം തിന്നും. അങ്ങനത്തെ രീതിയിലോട്ട് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. പിന്നെ അവസാനം ഇതൊക്കെ മറക്കാനായിട്ട് ക്രീം ബിസ്ക്കറ്റ് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. അങ്ങനെയൊക്കെ എത്തിച്ച് കിറ്റ് കൊടുത്തും വലിയ രീതിയിൽ അത് കൊടുത്തും ഞങ്ങളിതാ കിറ്റ് വിതരണം ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമാണ് ഓണമൊക്കെ ആകുമ്പം. അപ്പോൾ അങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരുന്ന ആ സ്ഥലത്ത് നിന്നും ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തെ മേയർ കിറ്റ് കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും അറിഞ്ഞു? മേയർ കെയറിലൂടെ കിറ്റ് കൊടുക്കുന്നുണ്ട്. ഇനി മേയർ കിറ്റ് കൊടുക്കുന്നത് മേയറിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണാടാ മേയർ കിറ്റ് കൊടുക്കുന്നത്? ഇതൊക്കെ പൊതുജനങ്ങളുടെ പൈസ അല്ലേ? അല്ലടാ, മേയറുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് മേയർ കിറ്റ് കൊടുക്കുന്നത് എന്ന് പറയാം. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കയ്യിൽ നിന്നും 1 രൂപ പോലും എടുക്കാതെയാണ് തിരുവനന്തപുരം മേയർ കിറ്റ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. നിൻ്റെയൊക്കെ അണ്ണാക്കിലെ പിരിവെട്ടിയാ അവിടെ മിണ്ടായി. അപ്പോൾ 1 രൂപ പോലും എടുക്കാതെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് മേയർ കിറ്റ് കൊടുക്കുന്നത്. അതാരെങ്കിലും അറിഞ്ഞോ? എന്തിനു പറയുന്നു? മേയറിനെ നാഴികയ്ക്ക് 40 വട്ടം തെറി പറയുന്ന ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ പോലും അത് പോയി അള്ളാനായിട്ട് പോയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ മേയർ കൊടുക്കുന്ന കിറ്റിൽ അത് മേയർ വിളിച്ച് പറയില്ല, ഞാൻ കൊടുക്കുന്ന കിറ്റിൽ അതുണ്ട്, ഞാൻ കൊടുക്കുന്ന കിറ്റിൽ ഇതുണ്ട്, ഇനി കിറ്റ് കിട്ടിയിട്ട് അടുത്ത തവണ വോട്ടിട്ട് BJP കയറ്റിയില്ലെങ്കിൽ കിറ്റ് വാച്ച് നക്കീലട എന്നൊന്നും പറയുന്നൊരു സെറ്റപ്പ് ഇല്ല. വി ആർ നോട്ട് ദാറ്റ് MM മണി ടീംസ്. യു ജസ്റ്റ് വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ.
അങ്ങനെ പറയില്ല. പൊതിച്ചോറ് കൊടുത്തിട്ട് എടാ പൊതിച്ചോറ് തന്നിട്ടത് നമ്മളെ കൊലച്ചോറാക്കിയില്ലടാ നീ എന്ന് പറയുന്ന ടീമില്ല. ഈ കിറ്റ് കൊടുക്കുന്നത് പോലും ഒരു കൈക്ക് മറുകൈ അറിയാതെയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. വിളിച്ച് പറയാം, പക്ഷേ മേയർ അത് എന്തുകൊണ്ടാണ് വിളിച്ച് പറയാത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് നമ്മളെങ്കിലും പറയണ്ടേ, ഇങ്ങനെ ഒരു സാധനം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്, അത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പൈസ എടുക്കാതെയാണ് നടത്തുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇവിടെ ഇത് നടക്കുന്നുണ്ട്, എന്താണ് അത്തപ്പൂക്കള മത്സരവും അതും ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇതെവിടെ നിന്നാണ് അത്തപ്പൂക്കള മത്സരത്തിന് പൂ? നമ്മുടെ പഴയ ആര്യ മാഡം ആയിരുന്നെങ്കിൽ അത്തപ്പൂക്കളത്തിന് പൂ ഇടാനായിട്ട് 10 കോടി ഇങ്ങനെ എഴുതി എടുത്തേനെ. പക്ഷേ ഇവിടെ ഓണാഘോഷങ്ങൾക്ക് ആവശ്യമായ പൂ കൃഷി കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കരമന അജിത്തിൻ്റെയും മരാമത്ത് ചെയർപേഴ്സൺ GS മഞ്ജുവിൻ്റെയും നേതൃത്വത്തിൽ കാലടി വാർഡിൽ ശ്രീ അജയ് ഘോഷിൻ്റെ വീടിന് മുന്നിൽ 4 മാസം മുൻപ് ആരംഭിച്ചിരുന്നു. അതായത് പൂ പോലും മേയർ എന്ത് ചെയ്തു, ഇത് ദീർഘവീക്ഷണത്തോടുകൂടി കണ്ട് പൂ പോലും നമുക്ക് കൃഷി ചെയ്ത് പൂ ഉണ്ടാക്കാം എന്നാണ് മേയർ പറഞ്ഞത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തരിക്കായി പുത്തരിക്കണ്ടത്ത് ഞാറ് നട്ട ദിവസം തന്നെ ജമന്തി തൈകളും വിതരണം ചെയ്തിരുന്നു എന്നാണ് മേയർ, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത്. വിത്ത് ഫോട്ടോ മേയറിൻ്റെ അതിൽ മേയർ വ്യത്യസ്തമായിട്ടുള്ള പല ടൈപ്പ് ഫോട്ടോകളാണ് ഈ ഫേസ്ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മേയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി രണ്ടാമതായിട്ട് മേയർ കൊടുക്കുന്ന കിറ്റ് മേയർ കെയർ പദ്ധതിയിൽ നിന്ന് 4000 ജീവനക്കാർക്കും കൗൺസിലർമാർക്കും മാധ്യമപ്രവർത്തകർക്കും ഓണക്കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്തു. കോർപ്പറേഷൻ്റെ ഫണ്ടിൽ നിന്ന് യാതൊരു തുകയും ചെലവഴിക്കാതെയാണ് ഇക്കാര്യം നിർവഹിച്ചത്. സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. 4000 പേർക്കാണ് ഇത്തവണ മേയർ അവിടെ കിറ്റു. അത് കോർപ്പറേഷൻ്റെ ജീവനക്കാർ, മാധ്യമ പ്രവർത്തകർ, പിന്നെ കൗൺസിലർമാർ, ഇത്രയും പേർക്കാണ് അവിടെ മേയർ കിറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ കിറ്റിനകത്ത് ഇനി എന്തൊക്കെ ഉണ്ട് എന്ന് നമുക്കൊന്ന് കാണണ്ടേ? പണ്ട് ദേശാഭിമാനി പിണറായി വിജയൻ്റെ കിറ്റ് എടുത്ത് വെച്ച് പരിശോധിക്കും പോലെയല്ല, എങ്കിലും നമ്മളൊന്ന് കണ്ടിരിക്കാം എന്തൊക്കെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ VV രാജേഷ് ഓണമായിട്ട് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് അറിഞ്ഞിരിക്കുകയല്ല. അതുകൊണ്ട് നമുക്ക് വെറുതെ ഈ കിറ്റിനകത്ത് എന്തൊക്കെയുണ്ട് എന്ന് കണ്ടുകൊണ്ട് നമുക്ക് ഈ സ്റ്റോറി അവസാനിപ്പിക്കാം. അപ്പം ശരി. ഇത്ര വരെയുള്ള ഞാൻ മനസ്സിലാക്കി. കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടില്ലല്ലോ ഇത്രയും. ആര് ഇൻസൈഡ് എടുക്കുകയാണെങ്കിൽ എന്റെ പേരിടണേ, എനിക്കത് മാത്രമേ ഉള്ളൂ. ഞാനിത് പുറത്തുള്ളൂ. എന്റെ ഇന്നലെ വീട്ടിലെത്തി.